ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിറ്റ്സ് ബൈ ഷാനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നാച്ചുറൽ ഹെയർ കളർ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കാം കേട്ടോ. നരച്ച മുടി ഉള്ളവർക്ക് ഇനി വിഷമമൊന്നും വേണ്ട. കാരണം നരച്ച മുടി ആയാലും നമുക്കൊന്നും ചെയ്യാനില്ല. അതായത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കാം. വൈറ്റമിൻ ഡിയുടെ ഇതുകൊണ്ടൊക്കെയാണ് മിക്ക ആൾക്കാരിലും ഇത് കണ്ടുവരുന്നത്. അപ്പോൾ അതിനായിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടുവരുന്ന ഒത്തിരി പിള്ളേരിൽ പോലും കണ്ടുവരുന്നതുണ്ട്. അപ്പോൾ അതിൽ വിഷമമൊന്നും വേണ്ട. നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ നമുക്ക് കുറേ കുറയ്ക്കാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ കംപ്ലീറ്റ് നമുക്ക് മാറ്റാൻ പറ്റിയെന്ന് വരില്ല. കുറയ്ക്കാൻ പറ്റും, മാറ്റാൻ പറ്റില്ല. മുഴുവനായിട്ട് ചിലപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു നാച്ചുറൽ ഹെയർ കളർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ചിലപ്പോൾ അത്ര വലിയ പ്രായമൊന്നും ആയിട്ടുണ്ടാവില്ല, പെട്ടെന്ന് തന്നെ മുടി ഒത്തിരി നരച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കൊരിക്കലും ഒത്തിരി കെമിക്കൽസ് ഒന്നും തന്നെ ഹെയറിലേക്ക് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. ചെറിയ പ്രായത്തിൽ തന്നെ കാരണം നമുക്ക് ഹെയർ കളർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ലപോലെ അത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റാണ്, കെമിക്കലാണ് വരുന്നത്. അപ്പോൾ അത്രയും ചില ആൾക്കാർക്ക് കെമിക്കൽ യൂസ് ചെയ്യാനും താല്പര്യമില്ലാത്തവരും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്ന ഈ ഒരു ഹെയർ കളർ എന്ന് പറയുന്നത് നല്ല നാച്ചുറലായിട്ട് ഉള്ള സംഭവമാണ്. അതിനകത്ത് കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല കേട്ടോ. പക്ഷേ നാച്ചുറൽ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കിട്ടുന്നത്, അതല്ലാതെ ഓറഞ്ചോ റെഡോ ഒന്നും അല്ല വരുന്നത്. അപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമായില്ലേ. അപ്പോൾ മുഴുവൻ വീഡിയോയും വാച്ച് ചെയ്യുക കേട്ടോ. അപ്പം കാരണം എല്ലാം മുഴുവൻ കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ അത്ര യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ്. അപ്പോൾ മുഴുവനായിട്ടും വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹെയർ കളർ ഞാൻ നാച്ചുറലായിട്ട് ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന ഈ കളർ നമ്മൾ എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഹെയർ കളർ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മൈൻഡിൽ ആദ്യം വരുന്ന ഒരു കാര്യം ഹെന്ന യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഹെന്ന ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും എന്താണ് അവിടെ പ്രോബ്ലം വരുന്നതെന്ന് വെച്ചാൽ, കാരണം അതും കൂടി പറഞ്ഞു തരാം. ഹെന്ന അതായത് മൈലാഞ്ചി അരച്ച് വീട്ടിൽ തന്നെ മൈലാഞ്ചിയൊക്കെ അരച്ച് ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അത് നല്ലതാണോ എന്ന് എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുമുണ്ട്. രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, നമുക്ക് ഒരിക്കലും നാച്ചുറൽ കളറല്ല അവിടെ തരുന്നത്. ഹെന്നയ്ക്ക് എന്ന് പറഞ്ഞാൽ ഹെന്നയ്ക്ക് ഒന്നുകിൽ ഓറഞ്ച് അല്ലെങ്കിൽ റെഡാണ് നമുക്ക് ഷെയ്ഡ് വരുന്നത് അല്ലേ. ആ ഒരു രീതിയിലായിരിക്കും. ഒരിക്കലും നമ്മളുടെ ഹെയർ എന്ന് പറയുന്നത് ഓറഞ്ച് റെഡൊക്കെ ആണോ നമുക്കൊരു നാച്ചുറൽ ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് ഇതായിരിക്കണം നമ്മളുടെ ഹെയർ കളർ എന്ന് പറയുന്നത്. ഒരിക്കലും ഓറഞ്ചോ റെഡോ ഒന്നുമല്ല. അപ്പോൾ ആ ഒരു ഷെയ്ഡ് അല്ലെങ്കിൽ ആ ഒരു കളറിലൊക്കെ ആയിരിക്കണം നമ്മൾ നാച്ചുറലായിട്ട് ഡൈ ആണെങ്കിലും നമ്മളിതുപോലത്തെ കെമിക്കലൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഹെയർ കളേഴ്സൊക്കെ ആ രീതിയിൽ ചൂസ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു നാച്ചുറാലിറ്റി ഉണ്ടാവും. ഒരിക്കലും നമുക്കിതുപോലത്തെ ഹെന്നയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം ഒരിക്കലും കിട്ടില്ല. ഹെയർ മുഴുവനും ചുവന്ന കളർ അല്ലെങ്കിൽ ഓറഞ്ച് ആയിരിക്കും. എവിടെ ചെന്നാലും നമുക്ക് എല്ലാവർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഇത് മറ്റേ മൈലാഞ്ചി ഇട്ടേക്കുവാണ് അല്ലെങ്കിൽ ഹെന്ന ഇട്ടേക്കുവാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ കാര്യമൊന്നുമില്ല. സോ അത് ചിലപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. സെക്കൻഡ് തിങ്, നമ്മളെപ്പോഴും ഹെന്ന മാത്രമായിട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഹെയറിന് എന്ത് സംഭവിക്കണമെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഹെയർ ഭയങ്കര ഡ്രൈ ആക്കി കളയും നമ്മൾ ഹെന്ന കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ. എങ്ങനെയാണെന്നല്ലേ, നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ ഹെയർ എന്ന് പറയുന്നത് 3 പാളികളായിട്ടാണല്ലോ തിരിച്ചിരിക്കുന്നത്. ക്യൂട്ടിക്കൽ കോർട്ടെക്സ് മിഡില. ഇത് നമ്മൾ ഹെയറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ കോട്ടിങ്, ഹെന്നയുടെ കോട്ടിങ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കോട്ടിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഹെയറിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സിമെൻറ്റ് ഇട്ട് അടച്ച് വെച്ച പോലെ ഇത് അടച്ച് കളയും. പിന്നീട് നമുക്കൊരു മോയ്സ്ചറോ ഒന്നും തന്നെ ഹെയറിലേക്ക് കയറി പോകത്തില്ല. അപ്പോൾ എന്താവും, നമുക്ക് ഈവൺ ഒരു കണ്ടീഷണർ ഇട്ടാൽ പോലും ഹെയറിനകത്തേക്ക് കയറില്ല. കണ്ടീഷണർ, മോയ്സ്ചർ ഇതെല്ലാം നമുക്ക് ഹെയറിലേക്ക് ആവശ്യമാണ്. എന്നാലേ ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഈ ഹെന്ന മാത്രം യൂസ് ചെയ്യുന്നവർക്ക് എന്താണ് സംഭവിക്കണമെന്ന് വെച്ചാൽ ഹെയർ ഡേ ബൈ ഡേ ഡ്രൈ ആയിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് പൊട്ടി പോകും. അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാലും ഹെന്ന ചെയ്ത ഹെയറിൽ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ക്യൂട്ടിക്കലും കോർട്ടെക്സും ഒന്നും തന്നെ ഓപ്പൺ ആവില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കോട്ടിംഗ് ആണ് ഹെന്നയിൽ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് മനസ്സിലാക്കിക്കോളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഹെന്ന അത്രയും കൂടുതൽ നമ്മൾ എന്താ പറയുക പ്രൊമോട്ട് ചെയ്യുന്നില്ല. അത് ഹെന്ന ചെയ്യൂ നല്ലതാണ് എന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം ഇങ്ങനത്തെ 2 ഇഷ്യൂസ് നമുക്കുണ്ട് ഹെന്ന നമ്മൾ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, കാരണം ഹെയറിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി ഇതിൻ്റെ ഇടയ്ക്ക് പറയുവാൻ ആഗ്രഹിക്കുവാണ്. നമ്മളുടെ ഹെയറിൻ്റെ ക്ലാസ് വരുന്നുണ്ട് കേട്ടോ, ഫെബ്രുവരി 13. അതിൽ നമ്മൾ ഹെയർ കെയർ എന്താണ്, ഓരോ ഏജിനനുസരിച്ചിട്ടുള്ള ഹെയർ കെയറും ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റും ഹെയർ സെറ്റിങ്സും എന്ന് വെച്ചാൽ എങ്ങനെയാണ് പറയാം,
കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു പുറത്തൊക്കെ പോകുമ്പോൾ നമ്മളൊരു എന്താ പറയുക ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ഹെയർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യണം ഭയങ്കര ആഗ്രഹമായിരിക്കും. പക്ഷേ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, ഏത് സമയത്ത് ഓയിൽ ഇടണം, കണ്ടീഷണർ ഇടാൻ പാടില്ലാത്ത സമയം ഏതാണ്, ഏത് കോംബ് യൂസ് ചെയ്യണം, എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ഡ്രയർ എങ്ങനെ യൂസ് ചെയ്യണം, ഇതൊന്നും അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മളുടെ ക്ലാസ്സിൽ വെച്ചാൽ ഇതെല്ലാം പറഞ്ഞു തന്നുകൊണ്ട് നമ്മളുടെ മേക്കപ്പ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം നമ്മളുടെ ക്ലാസ് എങ്ങനെയാണെന്നുള്ളത്, സ്കിൻ കെയറിൻ്റെയൊക്കെ. അതുപോലെ ഈ ഹെയർ കെയറിൻ്റെ ക്ലാസ്സും സൂപ്പറായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ നോളേജ് കിട്ടും. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഹെയർ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമ്മൾ മാനേജ് ചെയ്യേണ്ടതെന്നുള്ളതും, എങ്ങനെ ഹെയർ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമ്മളുടെ ഹെയറിന് വേണ്ടതെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫെബ്രുവരി 13 നമുക്ക് ഓൺലൈനിലാണ് ക്ലാസ് വരുന്നത്. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും, അതിൽ മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാം. വെറും 399 രൂപ മാത്രമേ ഉള്ളൂ. അതിൽ ഒരുപാട് അറിവും ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യില്ലേ. ഓൺലൈനിൽ എന്ത് ഹെയറിൻ്റെ മുടി വളർച്ചയ്ക്ക് ഇന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്യും അപ്പോൾ തന്നെ നമ്മൾ മേടിക്കും. ഈ ഇന്ന പോലെ സെറ്റ് ചെയ്താൽ ഇന്ന പോലെ ഹെയർ കിടക്കുമെന്ന് പറഞ്ഞാൽ എത്ര പൈസയാണെങ്കിൽ നമ്മൾ അത് മേടിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ടത് പ്രോപ്പർ നോളേജ് വേണം എന്നുള്ളതാണ്. എന്ത് നമ്മൾ ചെയ്യുവാണെങ്കിലും അതിലേക്കുള്ള ഒരു പ്രോപ്പർ നോളേജ് നമുക്ക് വേണം. ഫസ്റ്റ് നമ്മൾ ആ ഒരു നോളേജ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നമുക്ക് ആവശ്യമുള്ളത് എന്താണ് എന്നുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളുടെ ഹെയർ കെയറിൻ്റെ ക്ലാസ്, അത് ഹെയർ കെയർ, ഹെയർ ട്രീറ്റ്മെൻറ്റ്, ഹെയർ സെറ്റിങ്സ് എല്ലാം തന്നെ വരുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. അപ്പോൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വിഷമിക്കേണ്ട, നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രോപ്പർ നോട്ട്സും ഡൗട്ട് ക്ലിയർ സെഷനും എല്ലാം തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ അറ്റൻഡ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മളുടെ നാച്ചുറൽ പാക്ക് എങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഹെന്ന ഇടുക. ഹെന്ന നമ്മൾ നോർമലി ഇടുന്ന പോലെ ഹെന്ന ഇട്ടിട്ട് ഒരു 1 hour വെയിറ്റ് ചെയ്താൽ മതി. 1 hour വെയിറ്റ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാഷ് ഔട്ട് ചെയ്ത് കളയുമ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഷാമ്പൂ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ജസ്റ്റ് നമ്മൾ സാധാരണ ഹെന്ന ഇടുമ്പോൾ 2 മണിക്കൂറിലധികമൊക്കെ എടുക്കാറുണ്ടല്ലോ. ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല. 1 മണിക്കൂർ എടുക്കുക. ഇവിടെ നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ മെയിനായിട്ട് വരുന്ന സംഭവം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഹെന്ന ഇട്ടു, വാഷ് ഔട്ട് ചെയ്തു, അതേ ദിവസം തന്നെ നമുക്ക് അടുത്തത് 1 മണിക്കൂറിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് ഹെയർ ഒന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മളുടെ ഇൻഡിഗോ പൗഡർ ഷോപ്പിലെല്ലാം തന്നെ അവൈലബിൾ ആണ് കേട്ടോ. ഇൻഡിഗോ എന്നുള്ളൊരു ചെടിയാണ്, ഇൻഡിഗോ ഫെറ എന്നുള്ള ഒരു ചെടിയിൽ നിന്നിട്ടാണ്. അപ്പോൾ ആ ചെടിയുടെ ലീഫാണ് ഇൻഡിഗോ പൗഡർ, എല്ലാവർക്കും അറിയാമായിരിക്കും. സോ ഇൻഡിഗോയും ഹെന്നയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇൻഡിഗോയുടെ ഷെയ്ഡ് കളറെല്ലാം തന്നെ വരുന്നത് ബ്ലൂ, ഡാർക്ക് ബ്രൗൺ ഈ ഒരു രീതിയിലൊക്കെയാണ് വരുന്നത്, ബ്ലാക്ക് ഉൾപ്പെടെ. നമുക്ക് ആ ഒരു കളർ നമുക്ക് കിട്ടുന്നത് ആ ഒരു രീതിയിലായിരിക്കും. അതേ സമയത്ത് നമുക്ക് ഹെന്നയിലാണെങ്കിൽ ഓറഞ്ച്, റെഡ് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുന്നത്. അതാണ് വ്യത്യാസം. അപ്പോൾ ആദ്യം നമ്മൾ ഹെന്ന ഇട്ടിട്ട് വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് 1 മണിക്കൂർ വെച്ച് വാഷ് ഔട്ട് ചെയ്ത് കഴിയുക. അതിനുശേഷം നമ്മളുടെ ഇൻഡിഗോ പൗഡർ നമുക്ക് ഹെയറിന് ആവശ്യമുള്ളത് എടുക്കുക. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ യോഗർട്ട് എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ തൈര്, നോർമൽ തൈരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ യോഗർട്ട്. കാരണം നമ്മളുടെ ഹെയറിനെ സോഫ്റ്റൻ ചെയ്യാൻ, അത് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ കണ്ടീഷണർ വേണം ഹെയറിന് എന്നുള്ളത്, അതിന് വേണ്ടിയിട്ട് സോഫ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടാനും മോയ്സ്ചർ കിട്ടാനായിട്ട് നമുക്കിതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, കേർഡ് ഓർ നമുക്ക് തൈരോ അങ്ങനെ യോഗട്ടോ അങ്ങനെ എടുക്കാം. കേർഡ് ഓർ യോഗട്ട് എടുക്കുക. സോ അത് 2 ടേബിൾ സ്പൂൺ എടുക്കുക. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ലും കൂടി ആഡാക്കി കൊടുക്കുക. അലോവേറ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, 2 ടേബിൾ സ്പൂൺ 1.5 അല്ലെങ്കിൽ 1 അത്രയും മതി കേട്ടോ. സെയിം അളവിൽ തന്നെ വേണമെന്നില്ല. അലോവേറ നമ്മൾ ഹെയറിനെ നല്ലപോലെ മോയ്സ്ചർ ചെയ്യും. അപ്പോൾ ഇൻഡിഗോ പൗഡർ, കേർഡ് അല്ലെങ്കിൽ യോഗട്ട്, അതുപോലെ തന്നെ നമുക്ക് അലോവേറ. അപ്പോൾ 1 to 1.5 സ്പൂൺ അലോവേറ എടുത്താൽ മതി. അത്രയും കൂടെ എടുക്കുക, നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് ഒരു 2 to 3 hours അല്ലെങ്കിൽ 3 to 4 hours എടുത്താലും കുഴപ്പമില്ല. അത്രയും സമയം വെക്കുക ഹെയറിൽ. എന്നിട്ട് നല്ലതുപോലെ വാഷ് ഔട്ട് ചെയ്ത് കളയുക. വാഷ് ഔട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കണ്ടീഷണറോ ഷാമ്പൂ യൂസ് ചെയ്യാനേ പാടില്ല കേട്ടോ. ഒരു 24 hours നമ്മൾ പിന്നീട് ഒരു കെമിക്കൽ ഒന്നും ഹെയറിലേക്ക് കൊടുക്കരുത്. അതായത് ഇപ്പോൾ ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ ഒന്നും ചെയ്യാതെ, അതായത് ഹെയറിലേക്ക് ഒരു ഓയിലൊന്നും അപ്ലൈ ചെയ്യരുത്. ഓയിൽ വേണ്ട, ഷാമ്പൂ വേണ്ട, കണ്ടീഷണർ വേണ്ട, ഒന്നും വേണ്ട. ഒരു 3 to 4 hours വെക്കുക, നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക. ഓക്കെ, അതിനുശേഷം നമ്മൾ നോർമൽ 2 ദിവസത്തിന് ശേഷം നമ്മൾ ഷാമ്പൂ വാഷ് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. 2 ദിവസം കഴിയും നമുക്ക് കറക്റ്റായിട്ട് ഈ കളർ നമ്മളുടെ ഹെയറിൽ ക്യാച്ച് ചെയ്യാൻ. ഇപ്പോൾ വാഷ് ഔട്ട് ചെയ്ത് ഇപ്പോൾ തന്നെ കളർ കാണുന്നില്ല. ഒരു 24 hours കഴിയുമ്പോഴാണ് നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ കിട്ടുന്നത്.
മനസ്സിലായോ? അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഹെയർ കളർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ കളർ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം നമ്മൾ ചെയ്യുമ്പോൾ ഹെന്ന മാത്രമായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ റെഡും ഓറഞ്ചും ഒക്കെയാണ് വരുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ ഈ ഇൻഡിഗോ പൗഡർ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ടെൻഷനൊന്നും അടിക്കേണ്ട. നോർമലി നമുക്ക് ആയുർവേദിക്കിലും ബ്യൂട്ടി ഷോപ്പിലൊക്കെ കിട്ടും. അപ്പോൾ അത് മേടിക്കാം. സോ അതിൻ്റെ കൂടെ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്യുക, അപ്ലൈ ചെയ്യുക, 2 to 3 hours വയ്ക്കുക, വാഷ് ഔട്ട് ചെയ്യുക. ഷാമ്പൂ വീണ്ടും പറയാണ്, ഷാമ്പൂ കണ്ടീഷണർ ഇടരുത്, ഓയിൽ അപ്ലൈ ചെയ്യരുത്. 2 ദിവസത്തേക്ക് ഒന്നും വേണ്ട. ശരിക്കും പറഞ്ഞാൽ 24 hours കഴിഞ്ഞാൽ ഷാമ്പൂ ഇടാന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു 1 or 2 days ഇന്ന് ചെയ്താൽ നാളെ മറ്റന്നാൾ വൈകിട്ടോട് കൂടിയിട്ടേ ചെയ്യാവൂ കേട്ടോ. അതല്ലെങ്കിൽ അടുത്ത ദിവസം കഴിഞ്ഞ് 2 days നമ്മൾ ഹെയറിൽ ഒന്നും ചെയ്യാതിരുന്നാൽ അത്രയും നമുക്ക് റിസൾട്ട് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇനി ഹെയർ കളർ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു രീതിയിൽ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല കേട്ടോ. വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്കിതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നമ്മൾ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു.